നമസ്കാരം. CPM-ന്റെ ചാവുമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമായി CPM എന്ന പാർട്ടിയിൽ നിന്നും സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകരും അണികളും മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു അഥവാ CPM വിട്ടൊഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിത താൽപര്യക്കാരെ നിലനിർത്തുന്നതിന് വേണ്ടി CPM-ന്റെ സംസ്ഥാന നേതൃത്വം കാണിക്കുന്ന പക്ഷാപാതപരമായ തീരുമാനങ്ങളാണ് കണ്ണൂരിൽ CPM-ന്റെ ചെങ്കോട്ട എന്ന് പറയുന്ന ഇടത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്കെതിരെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുറുമുറുപ്പ് ഉയർന്നിട്ടുണ്ടായിരുന്നു. തളിപ്പറമ്പ് മലപ്പട്ടത്ത് നിന്നുള്ള CPM-ന്റെ പിണറായി വിജയനോടൊപ്പമോ അല്ലെങ്കിൽ MV ഗോവിന്ദനോടൊപ്പമോ എല്ലാം തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് TK ഗോവിന്ദൻ. ഹാൻഡ്ലൂമിന്റെ ചെയർമാനായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായിരുന്ന TK ഗോവിന്ദൻ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന അവസരത്തിൽ തന്നെ അതിനെ നിഷേധിച്ചിരുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമില്ലാത്ത, കമ്മ്യൂണിസ്റ്റ് ശൈലിയില്ലാത്ത PK ശ്യാമളയെ ഒരു കാരണവശാലും തളിപ്പറമ്പിൽ മത്സരിപ്പിക്കരുത്, അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും, മറ്റേതെങ്കിലും സ്വീകാര്യനായ കുറെ കൂടി ജനകീയ മുഖമുള്ള, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള, കമ്മ്യൂണിസ്റ്റ് ശൈലിയുള്ള, കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള മറ്റാരെയെങ്കിലും കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം എന്നായിരുന്നു TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം സംസ്ഥാന നേതൃത്വം തള്ളുകയായിരുന്നു. തളിപ്പറമ്പിൽ നിന്ന് 3 തവണ MLA ആയ ആളാണ് MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഇനി മത്സരിക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ 4ാം ഊഴം തനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നതിനാൽ തന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി MV ഗോവിന്ദൻ എടുത്ത തീരുമാനമാണ് TK ഗോവിന്ദൻ അടക്കമുള്ള തളിപ്പറമ്പിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ചോദ്യം ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ TK ഗോവിന്ദൻ വർഗവഞ്ചകനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TK ഗോവിന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്കാണ് CPM കടക്കുന്നത് എന്ന് പറയുമ്പോൾ താൻ പാർട്ടി വിട്ട് സ്വമേധയാ പുറത്തു പോകാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തുറന്നടിച്ചത്. താൻ CPM-നെതിരെയല്ല, എന്നാൽ CPM നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ CPM-ൽ ഇന്ന് കാണുന്ന അപജയങ്ങൾ ഉണ്ടാകാതിരിക്കണം, അത് നിർത്തലാക്കണം, അതിനുവേണ്ടി തന്നെയാണ് താൻ ഇത്തരത്തിൽ പടപൊരുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങൾ ഇല്ലാതാകണം, അതിനുവേണ്ടിയാണ് താൻ ശബ്ദമുയർത്തുന്നത്. തന്നോടൊപ്പം നിൽക്കുന്ന അണികളും പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ശബ്ദമുയർത്തുന്നത് തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കരുത് എന്നുള്ള ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിയുടെ, അല്ലെങ്കിൽ കണ്ണൂരിലെ പ്രമുഖരായ, തളിപ്പറമ്പിലെ പ്രമുഖരായ CPM നേതാക്കളുടെ ആവശ്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിക്കളയുകയും CPM-ന് താല്പര്യമുള്ള, അതായത് MV ഗോവിന്ദന്റെ ഭാര്യയെ തന്നെ തളിപ്പറമ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് എന്നാണ് TK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുറന്നടിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ P ജയരാജൻ തന്നെ നേരത്തെ PK ശ്യാമളയ്ക്കെതിരെയും CPM-നെതിരെയും തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ആന്തൂരിൽ ഷാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ മരണത്തെ തുടർന്ന്, ആത്മഹത്യയെ തുടർന്ന് PK ശ്യാമള വെട്ടിലായിരുന്നതാണ്. അന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ശ്യാമളയ്ക്ക് ആന്തൂരിൽ ഷാജന്റെ വിഷയത്തിൽ കുറെ കൂടി ഫലപ്രദമായ, നല്ല രീതിയിലുള്ള, ആശ്വാസകരമായ തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് P ജയരാജൻ അന്നേ ശ്യാമളയ്ക്കെതിരെ തുറന്നടിച്ചിരുന്നതാണ്. അതായത് ആന്തൂർ ഷാജന്റെ മരണത്തിൽ PK ശ്യാമളയ്ക്കും ഒളിഞ്ഞോ തെളിഞ്ഞോ പങ്കുണ്ട്, അഥവാ തന്റെ കൃത്യമായ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും ശ്യാമള പിൻവലിഞ്ഞതിനാൽ തന്നെയാണ് ആന്തൂർ ഷാജൻ കൊല്ലപ്പെട്ടത് എന്ന തരത്തിൽ തന്നെയാണ് P ജയരാജൻ ശ്യാമളയ്ക്കെതിരെ തുറന്നടിച്ചത്. എന്നാൽ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് P ജയരാജന്റെ പേര് ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നതാണ്. തുടർച്ചയായി 3 തവണയാണ് ഇപ്പോൾ P ജയരാജനെ പാർട്ടി നിയമസഭയിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തുന്നത്, തടയുന്നത് എന്നുള്ളത് P ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന തന്നെയാണ്, അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഒരു വേള പിണറായി വിജയനേക്കാൾ കണ്ണൂരിൽ, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ, കണ്ണൂരിൽ എന്ന് പറയുമ്പോൾ CPM-ന്റെ ചെങ്കോട്ടയായ കണ്ണൂരിലും പരിസര പ്രദേശത്തും പിണറായി വിജയനേക്കാൾ ജനകീയ സ്വീകാര്യതയുള്ളത് P ജയരാജന് തന്നെയാണ് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം P ജയരാജന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പറയുന്ന ആളുകളുടെ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും P ജയരാജന് വലിയ മേൽക്കൈയുണ്ട്. റെഡ് ആർമി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ പോരാളി എന്നൊക്കെ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ P ജയരാജന്റെ അണികൾ തന്നെയാണ്, അല്ലെങ്കിൽ P ജയരാജന്റെ ആരാധകരാണ്, അല്ലെങ്കിൽ P ജയരാജനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ പിണറായിയും P ജയരാജനും കണ്ണൂരിൽ നേർക്കുനേർ മത്സരിച്ചാൽ P ജയരാജനായിരിക്കും കൂടുതൽ വോട്ട് കിട്ടുക എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതെന്ത് തന്നെയായാലും ഇക്കുറി തളിപ്പറമ്പിൽ P ജയരാജനെ പരിഗണിക്കും എന്നുള്ള ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം നിഷ്കരണം കടത്തിവെട്ടിക്കൊണ്ടാണ് MV ഗോവിന്ദൻ തന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് എന്നുള്ളത് തീർത്തും CPM-ന്റെ പാരമ്പര്യ ശൈലിക്ക് നിരക്കുന്നതല്ല. വർഗാധിപത്യത്തിൽ, കുടുംബ പാരമ്പര്യത്തിന് യാതൊരു തരത്തിലും പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. കുടുംബവാഴ്ചയെക്കുറിച്ച് ഘോരഘോരം ഇന്ദിരാഗാന്ധിയുടെ കുടുംബവാഴ്ചയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയും രാജീവ് ഗാന്ധിയും എല്ലാം കഥാപാത്രങ്ങളായി CPM സൈബർ സെല്ലുകളിൽ നിന്ന് പോലും അവർക്കെതിരെ വാർത്തകൾ പടച്ചുവിടുമ്പോൾ എന്തുകൊണ്ടാണ് CPM-നകത്ത് ഇത്തരത്തിലുള്ള കുടുംബവാഴ്ചകളെ കുറിച്ച് ചർച്ചയാവാതെ പോകുന്നത് എന്നാണ് ഇപ്പോൾ കണ്ണൂർ മലപ്പട്ടത്തുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ചോദിക്കുന്നത്.
വയനാട് സീറ്റ് ഒഴിഞ്ഞ് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ പകരം സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ച് ജയിച്ചതിനെ കുറിച്ച് CPM അന്ന് ഇത് തന്നെയാണ് പറഞ്ഞത്. കുടുംബവാഴ്ച ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. രാഷ്ട്രീയത്തിൽ, സംശുദ്ധ രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ചയോ പിൻഗാമികളെയോ സൃഷ്ടിക്കുക എന്നുള്ളത് കുടുംബത്തിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടല്ല പിൻഗാമികളെ സൃഷ്ടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. CPM ഇതിനെതിരെ എന്നും ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ 4ാം തവണയും തന്റെ പിൻഗാമിയായി PK ശ്യാമള എന്ന തന്റെ ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നാണ് മലപ്പട്ടത്തു നിന്നുള്ള ആളുകൾ തന്നെ MV ഗോവിന്ദനെതിരെയും CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ആഞ്ഞടിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, CPM-ൽ നിന്നും TK ഗോവിന്ദൻ പുറത്തു പോകുന്നു. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പറയുമ്പോൾ PK ശ്യാമളയുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി CPM P ജയരാജനെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതായത് തളിപ്പറമ്പ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തിക്കുന്നതിന് വേണ്ടി CPM-ന്റെ പ്രതിനിധിയായി P ജയരാജനെയാണ് തളിപ്പറമ്പിൽ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തീരുമാനമായിരിക്കുന്നു. കണ്ണൂരിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും തലശ്ശേരിയിലും എല്ലാം CPM-ന്റെ കാര്യം തീരുമാനമായിരിക്കുന്നു. P ജയരാജനും TK ഗോവിന്ദനും അടക്കമുള്ള CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തോട് മുറുമുറുപ്പുള്ള ആളുകൾ ഇക്കുറി CPM-ന് വലിയ ക്ഷീണമുണ്ടാക്കും. കണ്ണൂർ മേഖലയിൽ, അതായത് CPM-ന്റെ ചെങ്കോട്ട എന്ന് പറയുമ്പോൾ, ഉരുക്കുകോട്ട എന്ന് പറയുമ്പോൾ കണ്ണൂർ CPM-ന്റെ കനൽക്കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് ഇക്കുറിയിൽ CPM തകർന്നടിയും. അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആക്രമണത്താലായിരിക്കില്ല, അവർ വോട്ട് നേടിക്കൊണ്ടായിരിക്കില്ല, CPM-ന്റെ വോട്ടുകൾ ചോർന്നത് കൊണ്ട് തന്നെയായിരിക്കും. CPM-ന്റെ വിമതർ തന്നെയായിരിക്കും കണ്ണൂരിലെ ചെങ്കോട്ട ഇടിച്ചു പൊളിച്ച് താഴെയിടാൻ പോകുന്നത്. CPM-ന്റെ കനൽക്കോട്ട ഇടിച്ചു പൊളിച്ച് താഴെയിടാൻ പോകുന്നത് CPM-ന്റെ വിമതർ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നിന്നും വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും P ജയരാജനും ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നു. പിണറായി വിജയന്റെ അപ്രമാദിത്വം നിലനിർത്തുന്നതിന് വേണ്ടി, പിണറായി വിജയന്റെ മരുമകൻ ഉൾപ്പെടെയുള്ള ആളുകളെ മുന്നിൽ നിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, 3.0 ആവർത്തിക്കുന്നതിന് വേണ്ടി തന്റെ പാർശ്വവർത്തികളെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് സമുന്നതരായ പല CPM നേതാക്കളെയും വെട്ടിയൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ഈ ശൈലി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ശൈലിയാണ് എന്നാണ് പരക്കെ കണ്ണൂരിൽ നിന്നും ഉയരുന്ന ആക്ഷേപങ്ങൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KK ശൈലജ ടീച്ചറെ അവരുടെ സുനിശ്ചിത മണ്ഡലമായ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. അത് അവരെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. പകരം തീരെ അപ്രസക്തനായ, അല്ലെങ്കിൽ ശൈലജയേക്കാൾ ഒട്ടും പ്രാധാന്യമില്ലാത്ത VK സനോജിനെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കുക വഴി പിണറായി വിജയന് താല്പര്യമുള്ള പാർശ്വവർത്തികളെ മാത്രം നിർത്തി ജയിപ്പിച്ചെടുക്കുക, പിണറായി വിജയന് എതിരെ നിൽക്കാവുന്ന CPM-ന്റെ സമുന്നതരായ തലയെടുപ്പുള്ള സീനിയർ നേതാക്കന്മാരെ വെട്ടി ഒതുക്കുക എന്നുള്ള തീരുമാനത്തിലാണ് പിണറായി വിജയൻ ഇത്തരം ചില തീരുമാനങ്ങളുമായി CPM-ൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ചില ആക്ഷേപങ്ങൾ. അക്ഷരാർത്ഥത്തിൽ പിണറായിസത്തിന്റെ ചാവുമണി മുഴങ്ങിയിരിക്കുന്നു, പിണറായി വിജയൻ സർക്കാരിന്റെ മരണമണി മുഴങ്ങിയിരിക്കുന്നു. അതിന് മറ്റ് രാഷ്ട്രീയ കക്ഷികളല്ല ചുക്കാൻ പിടിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള, അഥവാ കേരളത്തിൽ നിന്ന് തന്നെയുള്ള സമുന്നതരായ CPM നേതാക്കളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ്. ഇടതുപക്ഷം കേരളത്തിൽ തകരാതിരിക്കുന്നതിന് വേണ്ടി ഇക്കുറി CPM-നെതിരായി CPM വിമതർ വോട്ട് ചെയ്യും, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും TK ഗോവിന്ദൻ CPM വിട്ട് പുറത്തേക്ക് പോകുന്നു. ഇങ്ങ് തെക്കൻ കേരളത്തിൽ CPM-മായി 63 വർഷത്തെ ബന്ധം വിച്ഛേദിച്ച് G സുധാകരൻ പുറത്തു പോയതുപോലെ വടക്ക് TK ഗോവിന്ദനും CPM വിട്ട് പുറത്തു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് കങ്കാണികളും വെട്ടിലാകുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ പിണറായിസത്തിന്റെ മരണമണി, ചാവുമണി CPM-ൽ മുഴങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ഇനി എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക? വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ നയിക്കുന്ന CPM-നും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.